മുല്ലപ്പെരിയാർ വിഷയത്തിൽ രാഷ്ട്രീയം പാടില്ല. പുതിയ ഡാം എന്നത് കേരളത്തിന്റെ ഏകകണ്ഠമായ ആവശ്യമെന്ന് മുൻമന്ത്രി റോഷി അഗസ്റ്റിൻ. ജലനിരപ്പ് 152 അടിയാക്കാനുള്ള തമിഴ്നാടിന്റെ നീക്കം അംഗീകരിക്കില്ലെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു. മുല്ലപ്പെരിയാർ ജലനിരപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ ജനങ്ങൾ ഒരിക്കലും രാഷ്ട്രീയമായി കാണില്ലെന്നും റോഷി അഗസ്റ്റിൻ കൂട്ടിച്ചേർത്തു. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എന്നത് എല്ലാ രാഷ്ട്രീയ മുന്നണികളുടെയും ഒരേ ആവശ്യമാണ്. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ യാതൊരു വിട്ടുവീഴ്ചയും നടത്തുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ജലനിരപ്പ് 152 അടിയാക്കണം എന്നുള്ള തമിഴ്നാടിന്റെ വാദം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല. സാധ്യതയായിട്ട് അംഗീകരിക്കാൻ കഴിയുന്നതുമല്ല. സ്വാഭാവികമായും കേരളം ആവശ്യപ്പെട്ടത് എക്കാലത്തും തമിഴ്നാടിന് ആവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് പുതിയൊരു ഡാം നിർമ്മിക്കണം എന്നുള്ളതാണ്. ജനങ്ങളുടെ സംരക്ഷണം, സേഫ്റ്റിയെ മുൻനിർത്തിയാണ് ഗവൺമെന്റ് എല്ലാ കാര്യത്തിലും ആവശ്യപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്തും ഇതേ കാര്യം തന്നെ ആവർത്തിച്ചു. എല്ലാ ബഡ്ജറ്റിലും ഇതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറാണെന്നുള്ള നിലയിൽ അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാൻ ഗവൺമെന്റ് തയ്യാറായിട്ടുണ്ട്. പക്ഷേ തമിഴ്നാട് ഇക്കാര്യത്തിൽ സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. സുപ്രീം കോടതി 142 അടി വരെ ആകാമെന്നുള്ള കോടതിയുടെ നിർദ്ദേശം ഉണ്ടായ സമയത്തിന് ശേഷം 2018-19 പ്രളയാനന്തരം ഇവിടെ അതിരൂക്ഷമായ പ്രശ്നം രൂക്ഷമായി നിൽക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തിയപ്പോൾ 139 കൂടുതൽ ജലനിരപ്പ് ഉയരരുത് എന്ന് കോടതി കണ്ട കാഴ്ചയും നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിലെല്ലാം ഗവൺമെന്റ് നല്ല ജാഗ്രത പുലർത്തുന്നുണ്ട്. അക്കാര്യത്തിൽ യാതൊരു തടസ്സവും ബുദ്ധിമുട്ടും എനിക്ക് തോന്നിയിട്ടില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് രാഷ്ട്രീയപരമായ ഒരു വിഷയമായി കണക്കാക്കാൻ ആരും തയ്യാറാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാ മുന്നണികളുടെയും ആവശ്യമാണ്. നമുക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ കഴിയുന്ന നിലയിലുള്ള ഒരു പുതിയ ഡാം നിർമ്മാണവും തമിഴ്നാടിന് ആവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്താനുള്ള നമ്മുടെ തീരുമാനവും അതിൽ തമിഴ്നാട് സഹകരിക്കുകയാണ് ആവശ്യം. സുപ്രീം കോടതിയും പറയുന്നു ഇരു സംസ്ഥാനവും സഹകരിച്ച് തീരുമാനം എടുക്കണം. അതുമാത്രമല്ല, ഇക്കാര്യങ്ങളിലെല്ലാം സുപ്രീം കോടതി നമ്മൾ ധരിപ്പിച്ച ചില പ്രശ്നങ്ങളുണ്ട്. കുമളിയിലെ കാർ പാർക്ക് ഏരിയയുമായി ബന്ധപ്പെട്ട് വന്ന തർക്കത്തിൽ അത് അവരുടെ ലീസ് എഗ്രിമെന്റിന്റെ ഭാഗമാണെന്ന് വാദിച്ചപ്പോൾ അല്ല എന്ന തർക്കുത്തരം നമ്മൾ ഉന്നയിച്ചു. ഇതിന്റെ ഭാഗമായി സർവേ ഓഫ് ഇന്ത്യയോട് ഇത് നടപടി സ്വീകരിച്ച് റിപ്പോർട്ട് തരാൻ പറഞ്ഞ സ്ഥിതിയിൽ ആ റിപ്പോർട്ടിൽ അത് കേരളത്തിന്റെ ഭാഗമാണെന്ന് സ്ഥിരീകരിച്ച് കിട്ടിയ കാലഘട്ടമായിരുന്നത്. അതിനെ തുടർന്ന് നമ്മൾ ഉയർത്തിയ പല വാദഗതികളും കോടതിയും ശരിവെക്കത്തക്ക നിലയിൽ കേസുകൾ നല്ല നിലയിൽ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിയാണ് കാണാൻ കഴിയുന്നത്. കോംപ്രിഹെൻസീവ് സ്റ്റഡി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഒരു നല്ല നിലപാട് സ്വീകരിക്കാൻ സാധിക്കത്തക്ക നിലയിലുള്ള കാര്യങ്ങൾ തുടർന്നു വരുന്നുണ്ട്. അത് നല്ല ഇച്ഛാശക്തിയോടെ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഗവൺമെന്റിന് സാധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം സൗഹാർദ്ദപരമായ സമീപനങ്ങളിലൂടെ തന്നെ ഇക്കാര്യങ്ങൾ പരിഹരിക്കാനുള്ള തീരുമാനം അത് കൈകാര്യം ചെയ്യുവാൻ നമുക്കാകണം. അത് സ്റ്റേറ്റിന്റെ ഒരു പൊതു താല്പര്യമായി കാണണമെന്നാണ് ഞാൻ ഇക്കാര്യത്തിൽ കാണുന്നൊരു കാര്യം.